മുൻ MLA PV അൻവർ നമ്മോടൊപ്പം ചർച്ചയിൽ. ശ്രീ PV അൻവർ, താങ്കൾ നൽകിയ പരാതി കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് താങ്കൾ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ MR അജിത് കുമാർ നൽകിയ മൊഴി, അതാണ് വ്യാജമൊഴി എന്ന രൂപത്തിൽ ഇപ്പോൾ DGP കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ കേസെടുക്കണം, ക്രിമിനലോ സിവിലോ ആയ കേസെടുക്കണം എന്നാണ് DGP മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യം. സർക്കാർ കേസെടുക്കാൻ സാധ്യതയില്ല എന്നുള്ള പ്രതികരണം താങ്കൾ നേരത്തെ നടത്തിക്കഴിഞ്ഞു. എന്തുകൊണ്ടാണ് MR അജിത് കുമാറിനെ സർക്കാർ ഇങ്ങനെ സംരക്ഷിക്കുന്നത്? സർക്കാർ എന്നതിനപ്പുറം മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നതാണ് താങ്കൾ കരുതുന്നത്? സ്മൃതി, അത് വിശദീകരിക്കേണ്ട ഒരു വിഷയമേ അല്ല. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കും വളരെ പച്ചയായി അറിയുന്ന ഒരു യാഥാർത്ഥ്യമായി അത് കഴിഞ്ഞ 5-6 മാസമായി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അജിത് കുമാർ, എന്തുകൊണ്ട് അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒരു തീരുമാനവും എടുക്കാൻ കഴിയാതെ പോകുന്നു എന്നതിൻ്റെ അടിസ്ഥാനം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഞാൻ മുമ്പ് ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ, ഞാൻ നൽകിയിട്ടുള്ള പരാതികൾ, അത് വസ്തുതാപരമാണ്. അതിൽ അജിത് കുമാർ പങ്കാളിയാണ്, P ശശി പങ്കാളിയാണ്, ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൾ പങ്കാളിയാണ്, മരുമകൻ സ്വാഭാവികമായും അതിൽ പങ്കാളിയാകുമല്ലോ. അപ്പോൾ അജിത് കുമാറുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിലും ഒരു നടപടി ഗവൺമെൻറ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ബൂമറാങ് പോലെ തിരിച്ചു വരുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്കും ഓഫീസിലേക്കുമാണ്. അതുകൊണ്ട് തന്നെ അജിത് കുമാറിനെ സംരക്ഷിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം അത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബം സംരക്ഷിക്കുന്നതിന് സമമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പോറ്റുമകനാണ് അജിത് കുമാർ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ശ്രീ PV അൻവർ, താങ്കൾ ഉന്നയിച്ച ആരോപണം തുടർച്ചയായി പറയുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് ഇതിനൊക്കെ ഒരു തെളിവ് വേണ്ടേ? കാരണം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ അന്വേഷണത്തിന് നേരിലാണ്, ഇപ്പോൾ ED വരുന്നു എന്ന ഘട്ടത്തിലാണ്, CBM വരുന്നു എന്നുള്ള ഘട്ടത്തിലാണ്. അപ്പോൾ എന്താണ് ഇതിൽ MR അജിത് കുമാറിന്റെ റോൾ? അല്ല, MR അജിത് കുമാറിൻ്റെ റോള് വളരെ കൃത്യമായി ഞാൻ എഴുതി കൊടുത്തതാണല്ലോ. MR അജിത് കുമാറും ഈ പറയുന്ന സുജിത് ദാസും ഒരുമിച്ചിരുന്നു കൊണ്ടായിരുന്നു കോഴിക്കോട് എയർപോർട്ട് വഴി ഈ സ്വർണ്ണക്കള്ളക്കടത്ത് മുഴുവൻ നടത്തിയിരുന്നത്. ഇപ്പോൾ സ്മൃതി, നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഇപ്പോൾ ഒരു 4-5 മാസമായിട്ട് കാലിക്കറ്റ് എയർപോർട്ടിലെ സ്വർണം പിടിക്കുന്നത് കസ്റ്റംസാണ്. പോലീസിനെന്താ പിടിക്കാൻ കിട്ടാതിരുന്നത്? ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കസ്റ്റംസ് ഓഫീസർമാരിലെ പലരെയും മാറ്റി. പോലീസും കസ്റ്റംസ് ഓഫീസിലെ ചിലരുമായുണ്ടായിരുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള നെക്സസും അവർ തമ്മിലുണ്ടായിരുന്ന കച്ചവട ബന്ധവുമായിരുന്നു കസ്റ്റംസ് പിടിക്കാതെ സ്വർണവുമായി പുറത്തേക്ക് ഇത് ക്യാരി ചെയ്ത് വരുന്ന പാസഞ്ചേഴ്സ് കടന്നു വന്നിരുന്നത്. അവരെ വഴിയിൽ തടഞ്ഞു നിർത്തി സ്വർണം കവർന്നെടുക്കുന്ന രീതിയായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ഇതൊക്കെ എല്ലാം പറഞ്ഞതാണല്ലോ. അപ്പോൾ ഇതിലപ്പുറം അതിൽ പറയാൻ കഴിയില്ല. ഇനി എന്ത് തെളിവാണ് കൊണ്ടുവരാൻ കഴിയുക? അപ്പോൾ PV അൻവർ, താങ്കൾ ഉന്നയിച്ച ആരോപണം, താങ്കൾ പരസ്യമായി പറഞ്ഞ ചില കാര്യങ്ങൾ, അതിനുശേഷമാണ് അതിപ്പോൾ പോലീസിന് സാധ്യമാകാതെ വന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? എനിക്ക് മനസ്സിലായില്ല ചോദ്യം. അല്ല, ഇപ്പോൾ കസ്റ്റംസിലെ ഉദ്യോഗസ്ഥരെ മാറ്റി എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നല്ലോ. ഈ പോലീസുമായി ഒത്തുകളിച്ച കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ മാറ്റി പുതിയ ഉദ്യോഗസ്ഥർ വന്നു. ഇതൊക്കെ തന്നെയും താങ്കൾ നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ, താങ്കൾ നടത്തിയ വെളിപ്പെടുത്തലുകൾ, അതിനുശേഷം വന്ന മാറ്റമാണോ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അമ്പകുരം ഇപ്പോഴും തുടരണ്ടേ? ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കേണ്ട സമയമാണ്. കഴിഞ്ഞ 2 മാസമായിട്ട് സ്വർണത്തിന് കൂടിയ വില വർധനവ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ വില വർദ്ധിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്നത്. ഒരു കേസെങ്കിലും പോലീസ് പുറത്ത് വെച്ച് അറസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടോ? കസ്റ്റംസിൻ്റെ അകത്ത് വെച്ച് പിടിക്കപ്പെടുന്ന കേസുകളല്ലാതെ. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും സ്മൃതി. ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നതിലപ്പുറം നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന, ഇപ്പോൾ ഞാൻ കൊടുത്ത പരാതി തന്നെ ഈ പറയുന്ന അജിത് കുമാറിനും സുജിത് ദാസിനൊക്കെ ക്ലീൻ ഷീറ്റ് കൊടുത്ത് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ കോപ്പി പോലും എനിക്ക് കിട്ടിയിട്ടില്ല. കോപ്പിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, അപേക്ഷ കൊടുത്ത് വെയിറ്റ് ചെയ്യാണ്. നോർമൽ കേസിൽ എനിക്ക് തരേണ്ടതാണ്. ആ അപേക്ഷക്ക് പോലും ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ നിജസ്ഥിതി. അപ്പോൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ മാത്രമേ സാധിക്കുള്ളൂ. ആ കോപ്പി കിട്ടിയാൽ ഇപ്പോൾ KM എബ്രഹാമിൻ്റെ അന്വേഷണത്തിൻ്റെ അതേ അവസ്ഥയാണ് അജിത് കുമാറുമായി ബന്ധപ്പെട്ട സകല വിഷയങ്ങളും. എനിക്ക് ആ കോപ്പി കിട്ടിയാൽ ഹൈക്കോടതിയെ സമീപിക്കാനേ സാധിക്കുകയുള്ളൂ. ഒന്നുകിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം അല്ലെങ്കിൽ CBIയോ ദേശീയ ഏജൻസികളോ അന്വേഷിക്കണമെന്ന് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ ഇന്ന് KM എബ്രഹാമിന് എന്തുണ്ടായോ അതിലേറെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസുകളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട രേഖകളാണ് നൽകിയിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ അറിവുള്ളതാണ്. ഇതിനെയൊക്കെ മായ്ച്ചു കളയാൻ മാത്രം ശേഷി
എന്തുകൊണ്ടാണ് അജിത് കുമാറിന് ഉണ്ടാകുന്നത് എന്ന് ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ ഒരു കോമൺ ലോജിക്കുള്ള മനുഷ്യരാണല്ലോ കേരളത്തിലുള്ളത്. അവർ അത് മനസ്സിലാക്കുന്നുണ്ടാകും. ആ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിലപ്പുറം ഇനി ആ പരാതിയുടെ അല്ലെങ്കിൽ റിപ്പോർട്ടിൻ്റെ കോപ്പി കിട്ടിയാൽ കോടതിയെ സമീപിക്കുക. ഇത് എന്നെ സംബന്ധിച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ പൊസിഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിപ്പോൾ ഈ പി വിജയനുമായി ബന്ധപ്പെട്ട് ഉള്ള കള്ളമൊഴിയാണല്ലോ. അപ്പോൾ പി വിജയനാണ് അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഒരേ റാങ്കിലുള്ള 2 ഉദ്യോഗസ്ഥർ, ഇത് ഉദ്യോഗസ്ഥർക്കിടയിലെ ഒരു ചേരിപ്പോരിന്റെ തുടർച്ചയാണ് എന്ന രൂപത്തിൽ കാണുന്നവരുമുണ്ട്. അതിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, അതൊരു അടിസ്ഥാനരഹിതമായി ഈ വാദത്തിൽ ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന പരാതിയെ മറ്റൊരു വഴി തിരിച്ചുവിടാനുള്ള CPM അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അവരുടെ കൂടിയാലോചനയുടെ ഭാഗമായിട്ടുണ്ടാക്കിയ ഒരു നരേഷനാണ്. പി വിജയനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും പച്ചയായ എന്താ പറയുക പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. പി വിജയന് വരാനിരിക്കുന്ന പ്രൊമോഷനുകളെ തടസ്സപ്പെടുത്തുക എന്ന ദുരുദ്ദേശത്തോട് കൂടിയിട്ടാണ് സത്യത്തിൽ അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റിനെ സുജിത് ദാസ് അക്നോളജ് ചെയ്യുമെന്നാണ് കരുതിയിരുന്നത്. സുജിത് ദാസ് അത് അക്നോളജ് ചെയ്തില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. സുജിത് ദാസ് അങ്ങനെ പറയും എന്ന് ആയിരുന്നു അദ്ദേഹം കരുതിയിരുന്നതും അദ്ദേഹം സുജിത് ദാസിനോട് ആവശ്യപ്പെട്ടിരുന്നതും. പക്ഷേ ഇദ്ദേഹത്തെക്കാൾ ഇനിയും 10-30 വർഷം ഇവിടെ സർവീസുള്ള സുജിത് ദാസ് അദ്ദേഹത്തിന് അത് മനസ്സിലായി അത് ഒരു ട്രാപ്പിലേക്ക് പോവുകയാണ് എന്നത്. സ്വാഭാവികമായിട്ടും അത് മനസ്സിലാക്കിക്കൊണ്ട് സുജിത് ദാസ് അത് അക്നോളജ് ചെയ്യാത്തത് കൊണ്ടാണല്ലോ ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. DGP ഒരു അന്വേഷണം നടത്തിയിട്ടാണല്ലോ ഈ റിപ്പോർട്ട് കൊടുക്കുന്നത്. സ്വാഭാവികമായും സുജിത് ദാസിനെ വിളിച്ച് മൊഴിയെടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എവിടുന്ന് പറഞ്ഞു എങ്ങനെ പറഞ്ഞു എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആർക്കാണ്? അജിത് കുമാറിനാണ്. അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് DGP ഇങ്ങനെ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുള്ളത്. അതല്ലേ അതിൻ്റെ സത്യാവസ്ഥ. അല്ലാതെ ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള ചേരിപ്പോരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ വഴി തിരിച്ചു വിടാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് വഴി തിരിച്ചു വിടൽ അവരുടെ ആവശ്യമാണ്. പക്ഷെ ഇതെല്ലാം തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ശേഷിയുണ്ട് എന്നൊരു വസ്തുത അപ്പോഴും അവിടെ നിൽക്കുകയാണ്. ശ്രീ PV അൻവർ, താങ്കൾ ഒരുപാട് കാര്യങ്ങൾ തുടർച്ചയായ വാർത്താ സമ്മേളനത്തോട് ഈ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കിട്ടേണ്ട ഒരു ക്ലാരിറ്റി എന്നാൽ ഇപ്പോൾ ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടിട്ടുണ്ട്. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനെക്കുറിച്ച് പിന്നീട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കൂടിക്കാഴ്ച എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അതിന്മേൽ മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിൽ പോലും പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു പാലമായി വർത്തിക്കുന്നു, അല്ലെങ്കിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒരു പാലമായി വർത്തിക്കുകയാണോ MR അജിത് കുമാർ എന്നൊരു സംശയം ഒരു വശത്ത് നിൽക്കുന്നു. പക്ഷേ താങ്കൾ ഇപ്പോൾ പറയുന്നു ഇപ്പോൾ KM എബ്രഹാമിനെതിരെ CBI വന്നതുപോലെ ഒരു അന്വേഷണത്തിലേക്ക് വരാനുള്ള സാധ്യത നിൽക്കുന്നു എന്ന്. അപ്പോൾ ഇപ്പോൾ ഈ RSSുമായും അല്ലെങ്കിൽ BJPയുമായും ഒക്കെ നല്ല ബന്ധമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ആ തരത്തിലുള്ള അന്വേഷണ സാധ്യതയും അടയുകയല്ലേ? അല്ല, അതെല്ലാം സംഭവിക്കാൻ പോവുകയാണ്. അതുതന്നെയാണ് ഇവിടെ നമ്മൾക്കൊരു നീതി കിട്ടാനുള്ള സാഹചര്യങ്ങൾ സംസ്ഥാന പോലീസിൽ നിന്ന് ഈ വിവേചനം വന്നു കഴിഞ്ഞാൽ കേന്ദ്ര ഏജൻസികളെ സമീപിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ കേന്ദ്ര ഏജൻസികളിൽ പലതും ഈ രാഷ്ട്രീയ ലാക്ക് വെച്ചുകൊണ്ടുള്ള ഇവർ തമ്മിലുള്ള അണ്ടർ കറൻസ് നീതി പുറത്തു വരാൻ വലിയ പ്രയാസം തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ അന്നേ പറഞ്ഞിരുന്നത്, ഞാൻ ഈ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെയാണ്. ആ ജുഡീഷ്യൽ അന്വേഷണം തള്ളിക്കളഞ്ഞെങ്കിൽ മാത്രമേ മറ്റു കേന്ദ്ര ഏജൻസികളെ നമ്മൾ സമീപിക്കുന്ന പ്രശ്നമുള്ളൂ. അത് കോടതിയാണ് അത് തീരുമാനിക്കേണ്ടത്. ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുകയല്ലാതെ വേറെ എന്ത് ചെയ്യാൻ കഴിയും രീതിയിൽ? ഇതല്ലേ ഇതിൻ്റെ ഒരു വസ്തുത. അവിടെയല്ലേ ജനങ്ങൾ കുഴഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ADMൻ്റെ കേസിൻ്റെ കാര്യം തന്നെ ഇപ്പോൾ അവരുടെ കുടുംബം സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്. എന്താണ് ആ കേസിൻ്റെയൊക്കെ നിജസ്ഥിതി നമുക്കറിയാം. അങ്ങനെ ഓരോന്നും നമ്മൾ എടുത്തു നോക്കിയാൽ ഓരോ ഘട്ടത്തിലും ഇതിനെല്ലാം നീതിയെ ഒരുമിച്ചിരുന്നു കൊണ്ട് ടോർപിഡോ ചെയ്യപ്പെടുന്ന വലിയ നീതി നിഷേധം ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഈ കേസിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഈ രീതിയിലുള്ള ഏത് ക്രിമിനൽ ആക്ടിവിറ്റിയും ചെയ്യാനുള്ള ധൈര്യം എന്താണ്? ഒരു വഴിക്കല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് അവർക്ക് രക്ഷപ്പെട്ട് കയറാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുൻ DGPമാർ എല്ലാവരും BJPയുടെ ജില്ലാ സ്റ്റേറ്റ് പ്രസിഡന്റുമാരായിട്ടല്ലേ പോയത്. ഇപ്പോൾ അജിത് കുമാർ എത്ര ശക്തമായിട്ടാണ് അന്ന് പിണറായി വിജയൻ പ്രതികരിച്ചത് എന്നതും കേരളം ഓർക്കുന്നുണ്ട് ശ്രീ PV അൻവർ. ആ പിണറായി വിജയൻ അല്ലല്ലോ ഈ പിണറായി വിജയൻ.
2016 തൊട്ട് 2021 വരെ പിണറായി വിജയന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പരിധി വരെ നമ്മൾ വിശ്വസിച്ച പോലെ കാര്യങ്ങൾ പോയിരുന്നു. 2021, 26 ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ രണ്ടാം പിണറായിലല്ലേ അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറുന്നത്. നിങ്ങളെന്നെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. എന്നാണ് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം, ഇദ്ദേഹത്തിൻ്റെ കുടുംബസ്നേഹമൊക്കെ വർദ്ധിക്കുന്നത്? മുഹമ്മദ് റിയാസ് എന്ന ആ വീട്ടിലേക്ക് കയറിയോ അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണിത്. അദ്ദേഹം ആ വീട്ടിൽ കാല് കുത്തിയെന്ന അതിൻ്റെ ക്രൊനോളജിക്കലി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൂടി വരുന്നതോട് കൂടിയിട്ടാണ് പൊളിറ്റിക്കൽ എന്താ പറയുക, പാർട്ടിക്കപ്പുറം കുടുംബം, എൻ്റെ കുടുംബം എന്ന ഒരു അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രി ചുരുങ്ങിപ്പോവുകയാണ്. ഒരച്ഛൻ്റെ അവസ്ഥയിലേക്ക് ചുരുങ്ങിപ്പോവുകയാണ്. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്ന കാര്യം പല ഘട്ടങ്ങളിലും അദ്ദേഹം മറന്നു പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏക ആവശ്യം എന്താണ്? മരുമകനെ എത്തിപ്പിടിക്കാൻ കഴിയാത്തതിലപ്പുറമുള്ള പാർട്ടിയുടെ ഉന്നത സ്ഥാനീയങ്ങളിൽ എത്തിക്കാനുള്ള വലിയ ഭഗീരഥ ശ്രമം നടത്തി അതിലൊക്കെ അദ്ദേഹം വിജയിച്ചിരിക്കുകയാണ്. തിരിച്ചൊരു മറുവാക്ക് പറയാൻ ഒരാളുമില്ല. കേന്ദ്ര കമ്മിറ്റിയിൽ റിയാസ് വരുമെന്നായിരുന്നു ഞാൻ കണക്കൂട്ടിയിരുന്നത്. പക്ഷേ ആരോ പിണറായിക്കൊരു ബുദ്ധി അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് തൽക്കാലം ആ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അപ്പോൾ ആരോ ഒരാൾ ഇപ്പോൾ പുതിയ ബുദ്ധി ഉപദേശിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെയൊക്കെ അദ്ദേഹം തടയിടുന്നത് എങ്ങനെയാണ്? അദ്ദേഹം പറയുന്നത് അദ്ദേഹം ദേഷ്യം പിടിക്കും, ശോഭിക്കും, ചോദിക്കാൻ കഴിയില്ല, ഒരു തീക്കട്ടയാണ് ഞാൻ എന്ന് വരുത്തി തീർത്തുകൊണ്ട് പത്രമാധ്യമങ്ങൾക്കടക്കം ഇപ്പോൾ SFIO കേസിൽ അടക്കം നമ്മൾ കണ്ടതല്ലേ ഏത് രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അതിനൊരു യോഗ്യത മുമ്പ് പിണറായിക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ യോഗ്യത അദ്ദേഹം അർഹിക്കുന്നില്ല. കാരണം അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ രക്തമല്ലേ, ആ രക്തം അത്ര പെട്ടെന്ന് കിട്ടൂല കേട്ടോ. ആർക്ക് വേണം അദ്ദേഹത്തിൻ്റെ രക്തം? അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിലെ 100-600ഓളം സഖാക്കളുടെ രക്തം, ആ രക്തം ഈ മണ്ണിൽ വീണിട്ടുള്ളത് ഇവിടുത്തെ ഈ RSSൻ്റെയും BJPൻ്റെയും വർഗീയവാദികളുമായുള്ള ഏറ്റുമുട്ടലിൻ്റെ ഫലമായി മരണപ്പെട്ടവരാണ് കേരളത്തിലെ സഖാക്കൾ, രക്തസാക്ഷികൾ. അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എനിക്കറിയാം. എന്നെ ബന്ധപ്പെടുന്നവരുണ്ട്. സഖാക്കളുമായി ബന്ധപ്പെട്ട് RSSുമായി ആക്രമണത്തിൽ മരണപ്പെട്ട കേസുകളിൽ ആ കേസുകൾ മുഴുവൻ ഇപ്പോൾ വിട്ടുപോവുകയാണ്. ഈ പറയുന്നത് പോലെ തന്നെ CPM ആളുകൾ പ്രതികളായിട്ടുള്ള കേസുകൾ അപ്പീലിൽ ശിക്ഷിക്കപ്പെടുകയാണ്. ഈ പരാതി നിലനിൽക്കുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയം എങ്ങോട്ട് പോകുന്നു എന്ന് സഖാക്കൾ മനസ്സിലാക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ രക്തമല്ല ആളുകൾക്ക് ആവശ്യം. മുഖ്യമന്ത്രി കേരളത്തിലെ ഈ മരിച്ചു വീണ സഖാക്കളുടെ രക്തം മൂറ്റിക്കുടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ മകൾ, അദ്ദേഹത്തിൻ്റെ മരുമകൾ, അവരുമായി ബന്ധപ്പെട്ട കച്ചവടം, അവരുമായി ബന്ധപ്പെട്ട സമ്പത്ത്, അത് സംരക്ഷിച്ചെടുക്കാനുള്ള ഒരൊറ്റ വഴിയായി ആ മുഖ്യമന്ത്രി പദം ഉപയോഗിക്കുന്ന വളരെ നീചമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളത്തിലെ എന്താ പറയുക പിണറായി കടന്നു പോകുന്നത് എന്നതൊരു വസ്തുതയല്ലേ? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.